1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അതെ നിങ്ങളെ വിളിച്ചവനെ സൽഗുണങ്ങളെ ഘോഷിപ്പാത്തക്കോണം അതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർക്കും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ. ചേർന്ന് പറ വിളിച്ചവൻ. ഒരിക്കൽ കൂടി പറ വിളിച്ചവൻ. നിങ്ങളെ വിളിച്ചവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിയുണ്ട്. അടുത്തത് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം. ചുമ്മാണ്ട് വിളിച്ചതല്ല, ആളെ കൂട്ടാൻ വിളിച്ചതല്ല, വിളിക്കൊരു പർപ്പസ് ഉണ്ട്. ഇന്നത്തെ മെസ്സേജിന്റെ ടൈറ്റിൽ കോൾ ആൻഡ് റോൾ. നമ്മൾ പറയത്തില്ല എനിക്കൊരു റോളും കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ടില്ലെന്ന്. നിങ്ങൾക്ക് റോളുണ്ട്. കാര്യം നിങ്ങൾക്ക് കോളുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് കോളുണ്ടോ നിങ്ങൾക്ക് റോളുണ്ട്. അപ്പൊ ഞാനൊരു 4-5 ആഴ്ച ഈ കോളും റോളും നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ചേർന്ന് പറഞ്ഞ ആമേൻ. ഒരാൾക്ക് കൈ കൊടുത്തിട്ട് പറ നിങ്ങൾക്ക് വിളിയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റോളുണ്ട്. പറഞ്ഞ അഭിഷേകത്തോടെ പറ നിങ്ങൾക്ക് വിളിയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റോളുണ്ട്. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ റോൾ എന്താണെന്ന് വെളിപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ കോൾ. യേശുവിന്റെ നാമത്തിൽ ദൈവരാജ്യത്തിൽ നിങ്ങളുടെ റോൾ എന്താണെന്ന് ഹോളി സ്പിരിറ്റ് റിവീൽ ചെയ്യാൻ പോവുകയാണ്. എല്ലാ വേലക്കാരോടും ഞാൻ പറയുന്നു, എല്ലാ ദൈവമക്കളോടും പറയുന്നു, എല്ലാ ഭർത്താക്കന്മാരോടും പറയുന്നു, എല്ലാ ഭാര്യമാരോടും പറയുന്നു, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുകയാണ് ദൈവരാജ്യത്തിലെ നിങ്ങളുടെ റോൾ എന്താണ്. യെസ് യെസ് യെസ്. എത്ര പേർ വിശ്വസിക്കും എനിക്കൊരു കോളുണ്ട്, അതുകൊണ്ട് എനിക്കൊരു റോളുണ്ട്? പറ എനിക്കൊരു കോളുണ്ട്, പറ എനിക്കൊരു വിളിയുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഉദ്ദേശമുണ്ട്. പറ എനിക്കൊരു കോളുണ്ട്, എനിക്കൊരു പർപ്പസ് ഉണ്ട്. പറ എനിക്കൊരു കോളുണ്ട്, അതുകൊണ്ട് എനിക്കൊരു റോളുണ്ട്. ഹല്ലേലൂയ. ബൈബിളിൽ ഏകദേശം 3000-ഓളം കഥാപാത്രങ്ങളെ അടുക്കി പിടിച്ചെഴുതിയിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ തിരുവെഴുത്ത്. ഈ വിശുദ്ധ തിരുവെഴുത്തിലെ ഓരോ ദൈവം ഉപയോഗിച്ച കഥാപാത്രങ്ങളെ നിങ്ങൾ ഉൽപ്പത്തി മുതൽ പഠിച്ചുകൊള്ളുക. അവരുടെ എല്ലാം റോള് വലുതായിരുന്നു. കാര്യം അവരുടെ കോള് വലുതായിരുന്നു. നിങ്ങളുടെ കോള് ചെറുതാണോ നിങ്ങളുടെ റോള് ചെറുതാണ്. നിങ്ങളുടെ കോള് വലുതാണോ നിങ്ങളുടെ റോള് വലുതായിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ സന്ദേശം തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ റോൾ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുകയാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളുടെ കോൾ എന്താണെന്ന് നിങ്ങൾ അറിയണം. ഞാൻ ഒരേ ഒരു കഥാപാത്രത്തെ ഇന്ന് രാവിലെ നിങ്ങൾക്ക് കൈമാറാൻ പോകുക. വെളിപ്പാട് വരെ തീരാതെ ഈ ടൈറ്റിൽ ഞാൻ നിർത്തുകയില്ല. ഉറപ്പാണ് ഇത് തീരുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് ചിലരുടെ റോള് റിവീൽ ചെയ്യപ്പെട്ടിരിക്കും. ഉൽപ്പത്തി പുസ്തകം 4 പ്രധാനപ്പെട്ട പിതാക്കന്മാരെ പരിചയപ്പെടുത്തുന്ന ഉൽപ്പത്തി. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ്. ആരൊക്കെയാണ്? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം എടുത്താട്ടെ. 11-ന്റെ അവസാനം എന്ന് വെച്ചാൽ 12-ാമത്തെ അധ്യായത്തിന്റെ ആരംഭം തുടങ്ങുന്നതും 11-ാം അധ്യായത്തിന്റെ അവസാനം നിർത്തുന്നതുമായ ഒരു വചനം. തേരഹിന്റെ ആയുഷ്കാലം സംവത്സരമായിരുന്നു. 11-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഒരു മരണം കാണുന്നു. ആരാന്നറിയാമോ? അപ്പനാകുന്ന തേരഹ്, അബ്രഹാമിന്റെ അപ്പനായ തേരഹ്. 12-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്. അപ്പം മരിച്ചപ്പോൾ തമ്പുരാൻ ഇറങ്ങി വരികയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ശ്രദ്ധിച്ച്, തേരഹിന്റെ ശവസംസ്കാരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ അടുക്കൽ ആര് വരികയാണ്? യഹോവ ഇറങ്ങി വരികയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ദൂത് കൈമാറാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നോക്കാൻ ആരെയും നിങ്ങൾ കാണുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നൊരു സമയമുണ്ടെങ്കിൽ അപ്പോൾ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അതുവരെ മിണ്ടാതിരുന്നവൻ,
അപ്പന്റെ മരണദുഃഖം തീരുന്നതിന് മുമ്പേ തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് പറയുക, നീ പുറപ്പെടണം എന്ന് വെച്ചാൽ തേരഹിന്റെ മരണത്തിന് ഉടയവൻ വെയിറ്റ് ചെയ്തിരുന്നത് പോലെ ആ ഭാഗത്ത് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാര്യം തേരഹ് മരിച്ചപ്പോൾ തന്നെ തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് ഒരു ഇൻട്രഡക്ഷനും ഇല്ലാതെ പറയുക, പുറപ്പെട്ടോളാൻ പറഞ്ഞു. എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയാം, നിന്റെ ആശയം, നിന്റെ പിടിവള്ളിയും ഒക്കെ പൊട്ടിപ്പോയി എന്ന് ചിന്തിക്കുന്ന സമയം തമ്പുരാൻ ഇന്ന് വരെ മനസ്സിൽ കാണാത്തൊരു പിടിവള്ളിയുമായി ഇറങ്ങി വന്നിട്ട് തമ്പുരാൻ നിന്നോട് പറയും, നീ എൻ്റെ ആ മകനെ, നീ പുറപ്പെട്ടുകൊള്ളുക, ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല, നീ നിന്റെ ദേശവും നിന്റെ അപ്പന്റെ നാടും എല്ലാം വിട്ട് നീ പുറപ്പെട്ടുകൊള്ളുക. അപ്പനുള്ള സമയത്ത് ദൈവത്തിന് ഇടപെട്ടുകൂടായിരുന്നു, ഇടപെടാമായിരുന്നു. പക്ഷേ അബ്രഹാമിനെ അബ്രഹാമായിട്ട് ദൈവത്തിന് കിട്ടണമെങ്കിൽ ചിലതിനോടൊക്കെയുള്ള പറ്റുമാനം മാറണമായിരുന്നു. അബ്രഹാം ഇസ്രായേലിന്റെ തലതൊട്ടപ്പനാണ്, ഇസ്രായേലിന്റെ ആദ്യത്തെ കണ്ണിയാണ്. ദൈവം വിളിച്ചു വേർതിരിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചു പറയാതെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു ദൈവമനുഷ്യനാണ് അബ്രഹാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ദൂത് എന്താണെന്നറിയാമോ? അങ്ങനത്തെ ഒരു ദൂത് സാംബാസിനോട് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങി പുറപ്പെടാൻ ബുദ്ധിമുട്ട്. കാര്യം നിന്റെ അപ്പനെ, നിന്റെ പിതൃഭവനത്തെ, നിന്റെ ചാർച്ചക്കാരെ, സ്വന്തം ജനത്തെ എല്ലാം വിട്ട്, ഇത്രയും സത്യമാണ്, ഇത്രയും കറക്റ്റ് ആണ്. അപ്പന്റെ വീട് വിടണം, പിതൃഭവനം അത് വിടണം, ചാർച്ചക്കാരെ വിടണം, സ്വന്തം ദേശം വിടണം, ജനത്തെ വിടണം. ഇത്രയും കൃത്യമാ. വിടാനേ പറഞ്ഞുള്ളൂ. പോകേണ്ട നാടിന്റെ പേരില്ല. എന്താ പോകേണ്ട നാടിന്റെ പേര്? കാണിപ്പാനിരിക്കുന്ന ദേശം. അങ്ങനത്തെ ഒരു ദേശം ഏതെങ്കിലും ബസിന്റെ ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. കാണിച്ച ദേശമെന്നല്ല, കാണിപ്പാൻ ഇരിക്കുന്ന ദേശം. എന്താ ദൈവം അങ്ങനെ പറഞ്ഞത്? ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി അബ്രഹാമിനല്ല, ദൈവത്തിനാണ്. നിങ്ങളെ നോക്കി ആത്മാവിൽ ദൂത് പറയുകയാ, നീ പെന്തക്കോസ്റ്റിൽ വന്നത് നിന്റെ ഇഷ്ടത്തിനല്ല, ദൈവത്തിന്റെ നിയോഗത്തിനാണ്. നീ രക്ഷിക്കപ്പെടുവാൻ യേശു കാൽവറിയിൽ മരിച്ചു. നീ സ്നാനമേറ്റത് അവന്റെ നീതീകരണം എന്താണെന്ന് അറിഞ്ഞത് കൊണ്ടാണ്. അവനോട് കൂടെ മരിച്ചു, അവനോട് കൂടെ അടക്കപ്പെട്ടു, അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. നീ ആഗ്രഹിച്ചത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. നിന്റെ ദാഹത്തിന് അവൻ പരിശുദ്ധാത്മാവിനെയും തന്നു. പരിശുദ്ധാത്മാവിന്റെ ഗോഡൌണിൽ ഇതെല്ലാം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഒരു ജോൺസന്, ഒരു ജോമോന്, ഒരു സാമിന്, ഒരു പോൾസിന് കൊടുത്തേക്കാം എന്നോർത്ത് തന്നതല്ല. ഇത് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനാണ്. ഇതെല്ലാം സത്യമാണ്. ഇത് കഴിഞ്ഞ് മിണ്ടാതിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഏതോ ഒരു യാത്രയിൽ നിന്നെ കൊണ്ട് നിർത്തിയിട്ട് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് തന്നിരിക്കുകയാ, കാണിപ്പാനിരിക്കുന്ന ദേശം. ഞാൻ ഓരോരുത്തരോടും പ്രവചിക്കാൻ ദൈവാത്മാവനോട് പറയുന്നു, നിനക്കൊരു പ്രോമിസ് ലാൻഡ് ഉണ്ട്, നിനക്കൊരു പ്രോമിസ് ലാൻഡ് ഉണ്ട്, നിങ്ങൾക്കൊരു പ്രോമിസ് ലാൻഡ് ഉണ്ട്, നിങ്ങൾക്കൊരു വാഗ്ദത്ത നാടുണ്ട്, നിങ്ങൾക്കൊരു വാഗ്ദത്ത നാടുണ്ട്. ഇറങ്ങി പോന്നപ്പോൾ അപ്പൻ എതിർത്തില്ലേ, അമ്മ എതിർത്തില്ലേ, അമ്മാവിയപ്പൻ എതിർത്തില്ലേ, അമ്മാവിയമ്മ എതിർത്തില്ലേ, സ്വന്തം പെങ്ങൾ എതിർത്തില്ലേ, സ്വന്തം ചാർച്ചക്കാരെ എതിർത്തില്ലേ, സകലരും എതിർത്ത് നിന്നിട്ട് എന്തേ സ്നാനപ്പെടാൻ നീ ചാടി ഇറങ്ങിയത്? എന്തേ യേശു എന്ന് പറഞ്ഞ് നീ ഓടി ഇറങ്ങിയത്? നിന്നെ വിളിച്ച ദൈവം തേരഹിനേക്കാൾ വലിയവനാണ്. Holy Spirit of God. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നിങ്ങളുടെ വാഗ്ദത്ത നിവൃത്തിയിൽ നിങ്ങൾ എത്താൻ പോകുകയാണ്. നിങ്ങളുടെ വാഗ്ദത്ത നിവൃത്തിയിൽ നിങ്ങൾ എത്താൻ പോകുകയാണ്. നിങ്ങളുടെ മക്കളുടെ വാഗ്ദത്ത നിവൃത്തിയിൽ നിങ്ങൾ എത്താൻ പോകുകയാണ്. നിങ്ങളുടെ മക്കൾ എത്താൻ പോകുകയാണ്. നിങ്ങളുടെ പ്രോമിസ് ലാൻഡ് നിങ്ങൾക്കുള്ളതാണ്. അതിന്റെ അവകാശം ആരെല്ലാം പറഞ്ഞാലും അതിനെ വെട്ടി മാറ്റാനുള്ള അധികാരം ദൈവം നിനക്ക് തരികയാ. നിന്റെ പ്രോമിസ് ലാൻഡ് നീ അവകാശമാക്കുക. അധ്യായം തീരുന്നതിന് മുമ്പ് അബ്രഹാം കനാനിലെത്തി എന്നൊരു വാക്യമുണ്ട്. ഒരു 5-6 വാക്യം വായിച്ചു വരുമ്പോൾ അവൻ കനാനിലെത്തി. ഏതാ? വാഗ്ദത്ത നാടിൻ്റെ പേരാ കനാൻ. എത്തിക്കഴിഞ്ഞപ്പോൾ പേര് ക്ലിയറായി. എന്നാൽ അവിടുത്തെ 1-2 സംഭവങ്ങളുണ്ട്. ഈ 4 പിതാക്കന്മാർ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ്,
4 പേരെ വിളിച്ചത് ഒറ്റയാളാണ്. പക്ഷെ 4 പേരുടെ വിളി ഒന്നല്ല, 4 4ആണ്. പറഞ്ഞേ ആമേൻ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ നിങ്ങളെയും വിളിച്ചത് ഒറ്റയാളാണ്, പക്ഷെ വിളി 2 2ആണ്. പറഞ്ഞേ ആമേൻ. നിങ്ങളുടെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആൾക്കാരെ വിളിച്ച ആൾ തന്നെ നിങ്ങളെയും വിളിച്ചേ, പക്ഷെ റോള് വേറെയാണ്. കോൾ ഒന്നാണ്, പക്ഷെ റോള് വേറെയാണ്. വിളിച്ചത് ഒരാളാണ്, പക്ഷെ റോള് വേറെയാണ്. നിങ്ങൾ അബ്രഹാമിന്റെ ചരിത്രം പഠിച്ചു. അബ്രഹാം എവിടെ ചെന്നാലും യാഗപീഠം പണിയുന്നത്, ഇസ്ഹാക്ക് എവിടെ ചെന്നാലും കിണറ് കുത്തുന്നത്, യാക്കോബ് എവിടെ ചെന്നാലും കല്ല് കുടിച്ചിടുന്നത്, യോസേഫാണ് സ്റ്റോർ ഹൗസ് പണിയുന്നത്. നിങ്ങൾ പറ, 4 പേരുടെയും ദൈവം യഹോവയാണ്, പക്ഷെ 4ന്റെ ഡ്യൂട്ടി 4 4. റോള് വേറെ. അബ്രഹാമിന്റെ ഡ്യൂട്ടി എന്താ? യാഗപീഠം പണിയുന്നത്. ഓക്കെ, എൻ്റെ അപ്പൻ യാഗപീഠം പണിതു, ഞാനും എന്ത് ചെയ്തേക്കാം? എടാ, യാഗപീഠം പണിയാതെ പോയി കിണർ കുത്തടേ. ഇസ്ഹാക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? പറയുന്നേ, ഇസ്ഹാക്ക് കിണർ കുത്തിയത് കൊണ്ടാണ് രഹബോത്തുണ്ടായത്. ഓക്കെ, എൻ്റെ അപ്പൻ കിണർ കുത്തി കാണിച്ചതാണ്, അതുകൊണ്ട് ഞാനിവിടെ കിണർ കുത്തിയേക്കാം. നോ, കല്ലെടുത്തിട്ട് എവിടെ പോയാലും കല്ല് കുടിച്ചിടുകയും കുടിച്ചിട്ട് കല്ലിൻ്റെ മേത്ത് എണ്ണ ഒഴിക്കുകയും ചെയ്യുന്ന ആളാണ് ആര്? എൻ്റെ അപ്പം കാണിച്ചു തന്നു ഇങ്ങനെ, അതുകൊണ്ട് മിസ്രൈമിൽ ചെന്ന് ഞാനും കല്ല് കുടിക്കും. നോ, മിസ്രൈമിൽ നിനക്ക് കൺസ്ട്രക്ഷനാണ്, നിന്റെ ബിസിനസ് വേറെയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇതിൻ്റെ അകത്ത് ബിസിനസ് ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവരുടെയൊക്കെ നല്ല കാലം വരാൻ പോവാം. എന്തോ കർത്താവ് എന്നോട് ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ ഭയങ്കര ശക്തമായി എന്നോട് ഇടപെടുന്നുണ്ടായിരുന്നു. ബിസിനസ്, ജോലി, ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഭയങ്കര നല്ല കാലം വരാൻ പോവുകയാണ്. എത്ര പേർക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. നിങ്ങളുടെ നല്ല കാലം വരാൻ പോവുകയാണ്. കോളുണ്ടെങ്കിൽ ഒരു റോളുണ്ട്. ഇനി അബ്രഹാമിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇത് ഈ സഭയിലെ ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, അവരുടെ ഫിനാൻഷ്യൽ ഏരിയയ്ക്ക് വേണ്ടി ദൈവം എന്നോട് പറഞ്ഞ ഒരു തോതും. ഇന്നലെ രാത്രി ദൈവം എനിക്കൊരു സ്വപ്നം തന്നു. ആ സ്വപ്നം കൂടിയാണ് ഈ വചനം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് ഈ മെസ്സേജിൻ്റെ ഓണർ ഞാനല്ല, പരിശുദ്ധാത്മാവാണ്. വായിക്കൂ, 13-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യം വായിച്ചാൽ. അതെ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. ആ വാക്യം ഒന്നുകൂടെ വായിച്ച, വരി ഒന്നുകൂടെ വായിച്ച്. കന്നുകാലി, വെള്ളി, പൊന്ന്. സഭ ഒന്ന് എഴുന്നേറ്റ് നിന്ന വാക്യം ഒന്ന് കൺഫേസ് ചെയ്യാൻ പോവുക. ഓൾ സ്റ്റാൻഡപ്പ് പ്ലീസ്. കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം. നിന്റെ കോളാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. നിന്റെ കോൾ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുക. നിന്റെ കയ്യിൽ പണമില്ലായിരിക്കാം, ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കാം, പക്ഷേ ഈ വചനം ഇന്ന് നിങ്ങളുടെ വീട്ടിൽ സ്റ്റാമ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ സ്റ്റാമ്പ് ചെയ്യാൻ പോവുക, നിങ്ങളുടെ ജോലിയിൽ സ്റ്റാമ്പ് ചെയ്യാൻ പോവുക. അബ്രഹാം പ്രവാചകനായിരുന്നെന്നല്ല വായിക്കുന്നേ, അബ്രഹാം അഭിഷിക്തനായിരുന്നെന്നല്ല വായിക്കുന്നേ, അബ്രഹാമിന്റെ കൃപ വലുതായിരുന്നെന്നല്ല വായിക്കുന്നേ. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അബ്രഹാം ആരായിരുന്നു? അത് ചേർന്ന് പറ. കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. സ്വന്തം 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 ഏത് വിധേന ഉണ്ടാക്കേണ്ടതല്ല സമ്പത്ത് അല്ല, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ നന്മ ഉണ്ടാക്കണം. നിന്റെ ബിസിനസ് പച്ച പിടിക്കാൻ പോകുകയാണ്. നീ ബഹുസമ്പന്നനാകുമെന്ന് ഞാൻ കൈ ഉയർത്തി നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. നിന്റെ മക്കള് വിദേശ രാജ്യത്ത് യാത്ര ചെയ്യണം. 1000 രൂപയ്ക്ക് വേണ്ടി കൈ നീട്ടിയ നിന്റെ കയ്യില് ബഹുസമ്പത്ത് നീ കൈയാളാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ കമാൻഡ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ചേർന്ന് പറ. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു.
ഗലാത്യലേഖനത്തിൽ വായിക്കുന്ന വാക്യം, അബ്രഹാമിനോടുള്ള വാഗ്ദത്തം ജാതികളാകുന്ന നമുക്ക് ക്രിസ്തു നിമിത്തം വരേണ്ടിയതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം ഞാൻ ഹൃദയത്തിൽ പ്രാപിച്ചിരിക്കുക. അപ്പൊ വാഗ്ദത്ത വിഷയം പരിശുദ്ധാത്മാവാകയാൽ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ പ്രാപിച്ച ഓരോ ദൈവമക്കൾക്കും അബ്രഹാമിന്റെ വീട്ടിലെ മുഴുവൻ സ്വത്തിനും അവകാശമുണ്ട്. നീ വാങ്ങല്ല, നീ തലയായിരിക്കും. നീ താഴ്ച പ്രാപിക്കുകയില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ സഭയെ അങ്ങനെ തന്നെ ബ്ലസ് ചെയ്യുകയാണ്. ഒന്നുമില്ലാതെ ശൂന്യമായ ചില കരങ്ങളെ പരിശുദ്ധമാവും നിറയ്ക്കാൻ പോവുകയാ. നിന്റെ സമ്പത്തിനെ കൂച്ചുവലങ്ങിടാൻ ശ്രമിച്ച എല്ലാ ദുർഭൂതങ്ങളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ ആകട്ടെ. അടംധാലക ബൗഷമനക സമസ്തരാധന അടകമനക ദലവായി ശാന്തരാധനാധന. നീ ബഹുസമ്പന്നനാകും. ഭാരതത്തിലെ സുവിശേഷ വേലയ്ക്ക് പണം വേണം. 100 കണക്കിന് സഭാകൂടുകൾ പണിയണമെങ്കിൽ പണം വേണം. നിങ്ങളുടെ ബിസിനസ് പച്ച പിടിക്കാൻ പോകുക. നിങ്ങളുടെ ബിസിനസിന്റെ മിച്ച വരുമാനം അധികമായിരിക്കും. സാലറി കൊണ്ടല്ല നീ ജീവിക്കണ്ടേ, വരുമാനം കൊണ്ട് നീ ജീവിക്കാൻ പോകുക. സാലറി എന്ന് പറഞ്ഞാൽ ശമ്പളമാണ്, ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനമാണ്. എന്ത് വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. സാലറി കിട്ടുന്നത് മാസത്തിൽ ഒന്നാണ്, ഇൻകം അങ്ങനല്ല. വരുമാനം വേറെ, ശമ്പളം വേറെ. വരുമാനം വേറെ. നിങ്ങൾ അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് പറയും, വരുമാനം വേറെ, ശമ്പളം വേറെ. കറക്റ്റ്. കാരണം വരുമാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം. ശമ്പളം നമുക്കറിയാം. 30 ദിവസം ജോലി ചെയ്താൽ 30-ാം ദിവസം പോയി എന്ത് ചെയ്യണം? ശമ്പളം മേടിക്കണം. കറക്റ്റ്. അത് 30 ദിവസം ശമ്പളം ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് വരുമാനം. അതാ യേശു പറഞ്ഞ അന്നന്ന് വേണ്ടുന്നത് തരാം. അന്നന്ന് വേണ്ടുന്നത് ചേർന്ന് പറ. അന്നന്ന് വേണ്ടുന്നത് എന്നുള്ള പറ. അന്നന്ന് വേണ്ടുന്നത് എന്നുള്ള പറ. അന്നന്ന് വേണ്ടുന്നത്. ഞായറാഴ്ച എന്താ വേണ്ടത് അത് നിനക്ക് തരും. തിങ്കളാഴ്ച എന്താ വേണ്ടത് അത് നിനക്ക് തരും. ചൊവ്വാഴ്ച എന്താ വേണ്ടത് അത് നിനക്ക് തരും. അന്നന്ന് വേണ്ടുന്നത് നിന്റെ കയ്യിൽ തരുന്നതാ വരുമാനമെന്ന് പറയുന്നത്. വർഷങ്ങൾ കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും ചിരിക്കാൻ തുടങ്ങാൻ പോവാ. വർഷങ്ങൾ നിലവിളിച്ചില്ലേ, ഇനിയെങ്കിലും ആനന്ദിക്കാൻ പോകയാ. നിങ്ങളുടെ കൈ ബ്ലസ്ഡ് ആണ്. നിങ്ങളുടെ കരം ബ്ലസ്ഡ് ആണ്. നിങ്ങളുടെ കൈ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഒത്തിരി കണ്ണുനീർ തുടച്ചതല്ലേ, പക്ഷെ ഇപ്പൊ ഈ കൈ ബ്ലസ്ഡ് ആണ്. നിങ്ങളുടെ കൈ ബ്ലസ്ഡ് ആണ്. സഹോദരൻ, നിങ്ങളുടെ കയ്യിൽ ഒരു തഴമ്പ് കാണും. എന്നാ കാര്യം? ആ തഴമ്പും നിങ്ങളുടെ മക്കളുടെ പ്രായമൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അത്യധ്വാനം ചെയ്ത തഴമ്പാണ്. പക്ഷെ ആ തഴമ്പിന്റെ മീതെ ഒരു എണ്ണ വ്യാപരിക്കുന്നുണ്ട്. ആ തഴമ്പിന്റെ മീതെ ഒരു അഭിഷേകം കവർ ചെയ്യുന്നുണ്ട്. സ്വത്രം 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 സ്വത്രം. നിങ്ങളുടെ ജോലിയിൽ ഒരു സ്പർശനം നടക്കാൻ പോകുകയാണ്. നിങ്ങളുടെ പ്രമോഷൻ വെളിപ്പെടാൻ പോകുകയാണ്. ആര് തടഞ്ഞു വെച്ച സമ്പത്ത് നിന്റെ കയ്യിൽ വരാൻ പോകുകയാണ്. ഒരു കരയുയർത്തി പറ. യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, സമുദ്രത്തിലെ നിക്ഷേപം എനിക്കുള്ളതാണ്. മറവിടങ്ങളിലെ ഗുപ്തനിധികൾ എനിക്കുള്ളതാണ്. ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ പണിയോ. ഞാൻ പുരാതന ശൂന്യങ്ങളെ പണിയോ. ഞാൻ തലമുറ തലമുറയായി ശൂന്യമായി കിടക്കുന്ന പിതാക്കന്മാരുടെ പട്ടണങ്ങളെ ഞാൻ പണിയോ. ഞാൻ ജോസഫ് എന്റെ മേൽ സംഭാര നഗരങ്ങൾ പണിയുവാൻ എന്റെ കൈ സമ്പത്തുള്ളതാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയോ. എന്റെ പാനപാത്രം നിറയുക മാത്രമല്ല, കവിയുകയും കൂടി. നിങ്ങൾ വാങ്ങുന്നവരല്ല, നിങ്ങൾ കൊടുക്കുന്നവരാണ്. ആദ്യം റിച്ച് ആകേണ്ടത്, സമ്പത്താകേണ്ടത് നിങ്ങളുടെ പേഴ്സോ നിങ്ങളുടെ ബാങ്ക് ഡിപ്പോസിറ്റോ ഒന്നുമല്ല. ആദ്യം റിച്ച് ആകേണ്ടത്
അത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയം ആദ്യം റിച്ചായാൽ പേഴ്സിന്റെ കെട്ടുപൊട്ടും. റിച്ചാകേണ്ടത് എന്താണ്? സമ്പത്താകേണ്ടത് എന്താണ്? ആദ്യം നമ്മുടെ സമ്പത്തുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ഈ ഹൃദയം സമ്പത്തുള്ളതാണെങ്കിൽ ഇവിടെ ഗുണം എന്നാണെന്നറിയാവോ? അസൂയ ഉണ്ടാകത്തില്ല, നെഗറ്റീവ് വാക്ക് പറയത്തില്ല. ഒരാളൊരു കാറ് മേടിച്ചു, ഹല്ലേലൂയ ഗ്ലോറി അർത്ഥം കൊടുത്തതിനായി സ്തോത്രം. ആദ്യം റിച്ച് ആകേണ്ടത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം സമ്പത്തുള്ളതാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റും. നിന്റെ ഹൃദയം റിച്ച് ഉള്ളതാണെങ്കിൽ നിന്റെ കിച്ചണിൽ ആ നന്മയുണ്ടാകും. നിങ്ങളുടെ ആടിന്റെ പേരും പിറപ്പും ബ്ലസ്ഡ് ആയിരിക്കും. മാവ് കുടയ്ക്കുന്ന തൊട്ടി ബ്ലസ്ഡ് ആയിരിക്കും. എണ്ണയുള്ള ഭരണി ബ്ലസ്ഡ് ആയിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൈകൾ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുകയാ. നിങ്ങളുടെ ഹൃദയം റിച്ച് ആകട്ടെ. ആമേൻ. ഒന്ന് പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിൽ ദരിദ്രനല്ല, ഞാൻ ക്രിസ്തുവിൽ സമ്പന്നനാണ്. ഞാൻ ക്രിസ്തുവിൽ ദരിദ്രനല്ല, ഞാൻ ക്രിസ്തുവിൽ ഞാൻ സമ്പന്നൻ. ക്രിസ്തുവിൽ സമ്പന്നൻ. ക്രിസ്തുവിൽ ഞാൻ സമ്പന്നനാണ്. ഞാൻ ഇന്ന് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വായിച്ച ഒരു വചനമുണ്ട്. 430 വർഷത്തെ അടിമപ്പണിയെല്ലാം കഴിഞ്ഞ് ഇസ്രായേൽ മക്കൾ പുറപ്പെടുന്ന സമയം ഒരു പദമുണ്ട് അവിടെ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മിസ്രയീമ്യരോട് ദൈവത്തിൻ്റെ ഒരു കൃപ, ഒരു ഫേവർ എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 430 വർഷത്തെ ശമ്പളം ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് അടുത്ത വാക്യം വരാത്ത വാക്യ, അങ്ങനെ ഇസ്രായേലിയർ മിസ്രയീമ്യരെ കൊള്ളയടിച്ചു. ഹല്ലേലൂയ. ഇസ്രായേലിയർ മിസ്രയീമ്യരെ കൊള്ളയടിച്ചു. അതിന്റെ അർത്ഥം അവർ പോന്നപ്പോൾ പിന്നെ മിസ്രയീമ്യർ പൊന്നില്ല, വെള്ളിയില്ല, സകലതും ഒരുമിച്ച് ദൈവം കൊടുത്തു. സഹോദരങ്ങളെ, നിങ്ങൾ എന്തു പറയുന്നു അതാ നിങ്ങൾ. നിങ്ങൾ ദാരിദ്ര്യം പറഞ്ഞാൽ അതാ നിങ്ങൾ. നിങ്ങൾ സമ്പത്ത് പറഞ്ഞാൽ അതാ നിങ്ങൾ. നിങ്ങൾ ശാപം പറഞ്ഞാൽ അതാ നിങ്ങൾ. നിങ്ങൾ അനുഗ്രഹം പറഞ്ഞാൽ അതാ നിങ്ങൾ. നിങ്ങൾ വിശുദ്ധി പറഞ്ഞാൽ അതാ നിങ്ങൾ. യെസ് ഓർ നോ? നിങ്ങൾ എന്ത് പറയുന്നു അതാ നിങ്ങൾ. ഞാൻ എന്ത് പറയുന്നു അതാണ്, ഞാൻ എന്ത് കൺഫസ് ചെയ്യുന്നു അതാണ് എനിക്ക് വന്ന് ഭവിക്കുന്നത്. ചിലർ പറയും എൻ്റെ ജീവിതത്തെ ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ തന്നെ ആകും. കാര്യം ഓൾറെഡി നീ അത് തന്നെ ചെയ്യുന്നേ. എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയി? അല്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഉയർത്തെഴുന്നേക്കും. ആഹാ, ഞാൻ ഉയർത്തെഴുന്നേക്കും. സ്വത്രം 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 സ്വത്രം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. യെസോർന്ന് പറഞ്ഞു, ഞാൻ സകലത്തിനും മതിയാകുന്നു. പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നിങ്ങളുണ്ടോ? നിങ്ങൾക്കെല്ലാം വിലപിടിപ്പുള്ള സമ്മാനം വരാൻ പോകും. എനിക്ക് വേണ്ട എന്ന് പറയരുത്. ദൈവം തരാൻ പോവാ. വിലപിടിപ്പുള്ള സമ്മാനം കർത്താവ് തരാൻ പോവാ. സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ പഴയ ഫർണിച്ചറുകൾക്ക് പകരം പുതിയത് കർത്താവ് തരാൻ പോവാ. അപ്ഡേഷൻ കർത്താവ് ചെയ്യാൻ പോകാം. നന്മ കർത്താവ് ചെയ്യാൻ പോകാം. പുതിയ വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഞാനല്ലാതെ ആരാ നിങ്ങളെ ബ്ലസ് ചെയ്യേണ്ടത്? പുതിയ വാഹനം കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകാം. ഒരു 4 വീലറിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഞാനല്ലാതെ വേറെ ആരാ നിങ്ങളെ ബ്ലസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് തമ്പുരാൻ പുതിയൊരു 4 വീലർ തരാൻ പോകയാ. നിന്റെ മക്കൾക്ക് വിദേശത്ത് വീട് ദൈവം തരാൻ പോകയാ. ഇതൊരു കടന്നാക്രമണമാണ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ കൽപ്പിക്കുന്നു. നീയും നിന്റെ കുടുംബവും വിദേശ രാജ്യത്ത് യാത്ര ചെയ്യുന്നവരാണ്. ഫാമിലിയായി വിദേശത്ത് താമസിക്കേണ്ടവരുടെ ഉണ്ട്. നിങ്ങളുടെ മക്കൾ വിദേശത്ത് കുടുംബമായി താമസിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാ. എവിടെ നിങ്ങളെ ഒതുക്കാൻ നോക്കിയോ അവിടെ നിങ്ങൾ ഉയരാൻ പോകുകയാ.
നിന്നെ സ്നേഹിക്കാൻ ദൈവം ചിലരെ ഒരുക്കി തരാൻ പോകുകയാ. നിനക്ക് വേണ്ടി കരുതാൻ ചിലരെ ഒരുക്കി തരാൻ പോകുകയാ. നിനക്ക് വേണ്ടി എഴുതി തരാൻ ദൈവം ചിലരെ ഒരുക്കാൻ പോകുകയാ. ഇരുട്ടിലെ നിക്ഷേപങ്ങൾ കർത്താവ് തരാൻ പോകുകയാ. മറവിടങ്ങളിലെ ഗുപ്ത നിധി കർത്താവ് തരാൻ പോകുകയാ. സമുദ്രത്തിലെ സമ്പത്ത്, പല സമ്പത്ത് സമുദ്രത്തിലുണ്ട്. അതിൽ വിലപിടിപ്പുള്ളൊരു സമ്പത്ത് മത്സ്യ സമ്പത്ത്. ഇത് വലയെ പിടിച്ചു കൊടുത്തവനാണ് യേശു. യേശു പറഞ്ഞ സ്ഥലത്ത് വല ഇറക്കിയപ്പോൾ സമുദ്രത്തിലെ നിക്ഷേപം വലയിലുടങ്ങി. അതൊരു ബിസിനസ്സാണ്. അത് ബിസിനസ് അല്ലേ? അന്നോ പറയൂ, അന്നോ? യേശോർണോ? കർത്താവാണോ നിറച്ചു കൊടുത്തേ? എങ്കിൽ നിന്റെ ബിസിനസ്സിനെ കർത്താവ് നിറയ്ക്കും. ദൈവം നിറയ്ക്കാൻ പോകുകയാണ്. ഒരിടത്ത് ചൂണ്ടയിട്ടപ്പോൾ മത്സ്യത്തെ കർത്താവ് കൊടുത്തു. പക്ഷെ മത്സ്യത്തിന്റെ വായിൽ എന്തുണ്ടായിരുന്നു? അതാ ബൈബിൾ പറയുന്നത് സമുദ്രത്തിലെ നിക്ഷേപം. ചില മത്സ്യത്തിന്റെ വായിൽ ദ്രഹ്മപ്പണം തിരികെ വെച്ച് നിന്റെ അഡ്രസ് തെറ്റാതെ അവൻ അയക്കാൻ പോകുകയാണ്. ഞാൻ കൽപ്പിക്കുന്നു, നിങ്ങളുടെ അഡ്രസ് തെറ്റാതെ ആ മത്സ്യം വരാൻ പോകുകയാണ്. നിങ്ങളുടെ അഡ്രസ് തെറ്റാതെ ആ മത്സ്യം വരാൻ പോകുകയാണ്. ഇടയ്ക്ക് നിന്ന് ആരെങ്കിലും നിങ്ങളുടെ അഡ്രസ് തെറ്റിക്കാൻ നോക്കിയാൽ 2 ദിവസം വൈകുമെന്നല്ലാതെ വഴിമാറിപ്പോത്തില്ല. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അഡ്രസ്സിൽ, നിങ്ങളുടെ ചൂണ്ടയിൽ തന്നെ ആ മത്സ്യം വന്ന് കൊത്താൻ പോകുകയാണ്. യേശുവിന്റെ നാമത്താൽ ബ്ലസ് ചെയ്യാനാണ് കർത്താവിനെ നിയോഗിക്കുന്നത്. ബ്ലസ് ചെയ്യാൻ. കാര്യം ഒത്തിരി ശാപം കേട്ട മണ്ണാണിത്, ഒത്തിരി ശാപം കേട്ട കാതാണിത്. ഇത് ബ്ലസ് ചെയ്യാൻ പരിശുദ്ധാത്മാവിനല്ലാതെ വേറെ ആർക്കും അനുവാദമില്ല. നീ ബ്ലസ്ഡായേ പറ്റൂ. നിന്റെ കയ്യിൽ നന്മ വരാൻ പോവാ, നന്മ വരാൻ പോവാ. അത് വേണ്ടവര് വാ തുറന്ന് സ്തോത്രം പറയാം. കർത്താവ് അത് ചെയ്യാൻ പോകുകയാണ്. അബ്രഹാം ബഹുസമ്പന്നനാണ്. എൻ്റെ വാക്ക് ഞാൻ ഉപസംഹരിക്കാൻ പോകും. അബ്രഹാം ഒരു രാജാവിനോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്: നിങ്ങൾ എന്നെ ഉയർത്തി എന്ന് പറയാതിരിക്കാൻ ഒരു ചെരുപ്പിൻ്റെ വാറ് പോലും എനിക്ക് വേണ്ട. ഫുൾ ഓണർഷിപ്പ് ദൈവത്തിനാണ്. രാജാവിന് അങ്ങോട്ട് കൊണ്ടുപോയി ദശാംശം കൊടുക്കാൻ അബ്രഹാമിനെ തമ്പുരാൻ തോട്ടങ്ങി. നിന്റെ കോളും നിന്റെ റോളും നീ തിരിച്ചറിഞ്ഞോണം. എന്താ നിന്റെ കോൾ എന്നറിയാമോ? അത് റോയലാണ്. റോയൽ കോൾ. രാജകീയ വിളി. എന്റെ വിളി രാജകീയമാണ്. ഞാൻ ജനിച്ചത് രാജകീയ അഭിഷേകത്തിൽ. അങ്ങനെ ദാവീദ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: ഞാൻ രാജാഭിഷേകം ഉള്ളവനെങ്കിലും എനിക്കിപ്പോ ഒന്നും മിണ്ടാൻ പറ്റണില്ല. ദാവീദിനറിയാം എൻ്റെ അഭിഷേകം എന്താ അഭിഷേകമാണ്? രാജാഭിഷേകം. പറയാമോ? തുറന്ന് രാജാഭിഷേകം എന്നോട് പറഞ്ഞ്. എങ്കിൽ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യാൻ പോവാ. നിങ്ങൾ രാജാവിനെ പോലെ ജീവിക്കാൻ പോവാ, രാജാവിനെ പോലെ സംസാരിക്കാൻ പോകാം. അധികാരം. നിങ്ങളുടെ ബന്ധക്കാരും സ്വന്തക്കാരും നിങ്ങളുടെ അടുക്കളയിൽ പുക ഉണ്ടാകാതിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ 100 കണക്കിന് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ തമ്പുരാൻ രാജാഭിഷേകം കൊണ്ട് നിങ്ങളെ നിറയ്ക്കാൻ പോകുകയാണ്. ഈ ആഴ്ച ജയമാകട്ടെ, സൗഖ്യമാകട്ടെ. ആരെല്ലാം ശരീരത്തിൽ വീക്കായിരിക്കുന്നു അവരെല്ലാം സ്ട്രോങ് ആകട്ടെ. Let the weak say, I am strong. അവരെല്ലാം സ്ട്രോങ് ആകട്ടെ. അവരെല്ലാം രോഗികളെ സൗഖ്യമാകട്ടെ. ഞാൻ ഈ സഭയെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ.